എഫേസ്യ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 2-ാമത്തെ തിരുവചനത്തിൽ പരിശുദ്ധനായ പൗലോസ്ലീഹ പറയുകയാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് ഉചിതമായ വിധത്തിൽ മനോവിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മളോട് പറയുന്ന ഒരു ഉപദേശമാണ്. എന്ത്? നമ്മൾ നടക്കണം. നമ്മുടെ ഈ ജീവിതം ദൈവത്തിന് വേണ്ടി നടക്കാനുള്ള ഒരു ജീവിതമാണ്. ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഓടേണ്ടതായിട്ടുണ്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അലയേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ അലയുന്നതിന് വേണ്ടി, ഇങ്ങനെ അധ്വാനിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് നമ്മുടെ ജീവിതം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. പക്ഷേ നമ്മുടെ ഈ യാത്രകൾ, നമ്മുടെ ഈ സഞ്ചാരങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. എങ്ങനെയാണ് അത്? ഒന്നാമത് മനോവിനയത്തോടു കൂടി ആയിരിക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും നമ്മൾ മനോവിനയത്തോടു കൂടി ആയിരിക്കണം. കാരണം നമ്മുടെ ഈ ജീവിതത്തിലെ ഓരോ നിമിഷവും കർത്താവിൻ്റെ സംഭാവനയാണ്. ഇത് നമ്മുടെ പ്രാപ്തി കൊണ്ട് നമ്മൾ നേടിയതല്ല. നമ്മുടെ എന്തെങ്കിലും കൊണ്ട് നമ്മുടെ ആയുസ്സിനെ അല്പം കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, മറ്റെന്തെങ്കിലും ആക്കാൻ നമ്മളെ കൊണ്ടാവില്ല. കർത്താവ് നമുക്ക് സംഭാവനയായിട്ട് നൽകിയതാണ്. ഇതുപോലും അവൻ്റെ ദാനമാണ് എന്ന് തിരിച്ചറിയുന്നത് നമ്മെ മനോവിനയമുള്ളവരാക്കി തീർക്കത്തില്ലേ? നമ്മെ തന്നെ ദൈവത്തിൻ്റെ സമ്മാനമായി ഓരോ ദിവസവും നമുക്കുള്ളത് ഓരോന്നും ദൈവത്തിൻ്റെ സംഭാവനയായി കാണാൻ ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അതാണ് മനോവിനയം എന്ന് പറയുന്നത്. സൗമ്യതയോടെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം അധികാരം ഉണ്ടെങ്കിലും എല്ലാത്തിനെയും നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നവരായിരിക്കണം. നമ്മെ തന്നെ നിയന്ത്രിക്കുന്നവർ, നമ്മുടെ കോപത്തെ നിയന്ത്രിക്കുന്നവർ, നമ്മുടെ വികാരത്തെ നിയന്ത്രിക്കുന്നവർ, നമ്മളുടെ മേൽ സെൽഫ് കൺട്രോളുള്ള വ്യക്തിത്വങ്ങളായി നമ്മൾ ഈ ദിവസം ഇന്ന് പെരുമാറുവാൻ കർത്താവ് നമ്മെ വിളിക്കുകയാണ്. അതേപോലെ ദീർഘക്ഷമയുള്ളവരായിരിക്കുക. മറ്റുള്ളവരുമായിട്ട് ഇടപെടുമ്പോൾ അവരോട് കൂടുതൽ സഹിഷ്ണുതയുള്ളവരായിരിക്കാൻ ഇതിന് കർത്താവ് നമ്മെ വിളിക്കുകയാണ്. പ്രിയമുള്ളവരെ, അതിനുവേണ്ടി ഉള്ള ഒരു ദിവസമാണ് ഈ ദിവസം. ഈ ദിവസത്തിന് വേണ്ടി ഇറങ്ങുന്ന നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തരോടും പരിശുദ്ധനായ പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു എന്നാണ്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്കുചിതമായിട്ട്. എല്ലാവർക്കും ഒരേ വിളിയല്ല. വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തങ്ങൾ, വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങൾ, വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലാണ്. പക്ഷേ എല്ലായിടത്തും നമ്മളായിരിക്കേണ്ട വിധം ഒന്നാണ്. എന്താണ്? മനോവിനയത്തോടെ, സൗമ്യതയോടെ, അതേപോലെ ദീർഘക്ഷമയോടെ ആയിരിക്കാൻ ഈ പ്രഭാതം നമുക്ക് ഓരോരുത്തർക്കിടയായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.